അപ്പൊ സിറിയയുടെ ബോർഡറാണ് ടർക്കി, ബോർഡറിലാണ് ടർക്കി കിടക്കുന്നത്. അൽഷറ ആണ് അവിടുത്തെ പ്രസിഡന്റ് സിറിയയില്. അയാൾ കുഴപ്പമൊന്നുമില്ല, അയാൾ പഴയ ടെററിസ്റ്റ് ആയിരുന്നു, ഇപ്പൊ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സ്വന്തം ആളാണ്. ഇതാണ് ജിയോ പൊളിറ്റിക്സ്. അയാള് 5 വർഷം മുമ്പ്, അവസരത്തിനനുസരിച്ച് 5 വർഷം മുമ്പ് അയാൾ നമ്പർ 1 ISI ടെററിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അയാൾ പ്രസിഡന്റ് ആണ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇത്രയും സുന്ദരനായ ഒരു പൊളിറ്റീഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അത് ശരിയാണ്, ഡൊണാൾഡ് ട്രംപ് അത് പറഞ്ഞ കറക്റ്റാണ്. നല്ല ഹാൻസം ആണ് അയാൾ. അയാളാണ് ഇപ്പോഴത്തെ അൽഷറ. അയാളാണ് അവിടുത്തെ പ്രസിഡന്റ്. അയാള് പ്രോ ഇസ്രായേലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഈ ടർക്കി എർദോഗാന് ഒപ്പറാണ്. എർദോഗാൻ അവിടെ സിറിയയിൽ പോയി. അപ്പൊ അയാൾ ആരെയും വെറുപ്പിക്കില്ല, മറ്റേ സിറിയയുടെ പ്രസിഡന്റ്. ഇവ അവിടെ പോയി, ഈ എർദോഗാൻ അവിടെ പോയി, അത് വല്ല കാര്യമുണ്ടോ? അവിടെ പോയി പിന്നെ എയർ ബേസ് ഉണ്ടാക്കുക, അവിടെ ആംസ് സപ്ലൈ അവിടെയുള്ള ടെററിസ്റ്റുകൾക്ക്, ടർക്കിക്ക്. അപ്പം ഇസ്രായേൽ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ തിരിഞ്ഞും നോക്കില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഡേറ്റ് ഓഗസ്റ്റില് 8 പ്രാവശ്യം ബോംബ് ചെയ്തു. അലാപ്പോ എന്ന് പറയുന്ന ഒരു വലിയ സിറിയൻ ടൗൺ ഉണ്ട്. അപ്പൊ അത് ക്ലോസർ ടു ഇസ്രായേലിനാണ്. അവിടെ പോയി, അതായത് ഹിസ്ബുള്ളയും ഹമാസിനെയൊക്കെ ഒതുക്കി വന്നപ്പോൾ എർദോഗാൻ അവിടെ ഇറാന്റെ അതേ പണിയാണ് എർദോഗാൻ ചെയ്യണത്. അവിടെയുള്ള ടെററിസ്റ്റുകളൊക്കെ കുത്തിപ്പൊക്കി എർദോഗാൻ റെഡിയാക്കി സിറിയ അങ്ങ് ആംസ് സപ്ലൈ ചെയ്യണം. അവിടെ എയർബേസ് ഉണ്ടാക്കാം. എയർബേസ് തകർത്തു. 8 പ്രാവശ്യം ബോംബ് ചെയ്തു. ഇന്ന് അപ്പൊ ഇവര് തമ്മിൽ ചീത്തവിളിയായി. ബെഞ്ചമിൻ നെതന്യാഹുവും എർദോഗാനും തമ്മിൽ ചീത്തവിളിയായി, അടിയായി, ആകെ ജഗ പോക. അപ്പൊ ഇന്നലെയും പോയി ചെയ്തു ഇസ്രായേൽ. നമ്മുടെ മാധ്യമങ്ങളിലൊന്നും അത് വന്നിട്ടില്ല. ഇന്നലെയും ചെയ്തു. ഇന്നലെയും പോയി അവർ ചെയ്യാനുള്ള ബോംബ് ചെയ്ത് തകർത്തോളഞ്ഞ എയർബേസിനെ. അപ്പൊ എയർബേസ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം, ഈ എയർബേസിനെ 8 ടൈംസ് കഴിഞ്ഞ ആഴ്ച അറ്റാക്ക് ചെയ്തു. അവരെ അറ്റാക്ക് ചെയ്യും, അവരെ ഇഷ്ടമുള്ള ചെയ്യും. അവരുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റിയാണ്. അയാൾ ഇന്ന് ഒരു മറ്റേ അൽഷറ ഒരു സെന്റൻസ് ഇസ്രായേലിന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് കാര്യം മനസ്സിലായി. എന്താ പറയുക സാർ, ഈ സാഹചര്യത്തിൽ തുർക്കിക്ക് എന്തെങ്കിലും ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടെങ്കിലും എന്തെങ്കിലും ഇസ്രായേലിനെതിരെ ചെയ്യാൻ സാധിക്കുമോ? അല്ല, ഈ തുർക്കി ഇൻ ഫിഗർ ഭയങ്കര സംഭവമാണ്. ഇസ്രായേലിനെക്കാൾ ഞാൻ നാറ്റോയിലെ 2ാമത്തെ വലിയ ആർമിയാണ്. അമേരിക്ക കഴിഞ്ഞ USA കഴിഞ്ഞ അടുത്ത ഏറ്റവും വലിയ ആർമിയാണ്. അപ്പൊ കയ്യിൽ ഒറ്റ ഡ്രോൺ ഉണ്ട്. പാകിസ്ഥാൻ പറയുമ്പോൾ ഡ്രോൺ ഉണ്ട്, ഞങ്ങളുടെ മറ്റേ ന്യൂക്ലിയർ സബ്മറൈൻ ഉണ്ട്, പിന്നെ സബ്മറൈൻ്റെ അടി കൂടെ പോണ സാധനമുണ്ട് എന്നൊക്കെ പാകിസ്ഥാൻ പറയുമ്പോൾ തുർക്കി ഇങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിന്റെ ശരിക്കുള്ള ഉത്തരം കഴുതയില്ലേ, കഴുത വലിയ മൃഗമല്ലേ? പോർക്ക് പെയിൻ, മുള്ളംപന്നി വല്ലതും ചെയ്യാൻ പറ്റുമോ കഴുതയ്ക്ക്? ചെയ്യാൻ പറ്റും. ഇസ്രായേലിലെ മുള്ളംപന്നിയാണ്, മനസ്സിലായി? ഇസ്രായേലിൽ മുള്ളംപന്നിയാണ്. കഴുതയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കഴുത ഇങ്ങനെ ഞാൻ നിലവിളിക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. യുദ്ധം ആക്രമിച്ചാൽ കഴുതയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്യും. കഴുത ചത്തു. ഇതെല്ലാം കൂടെ കുത്തി കയറി കഴിഞ്ഞാൽ മാത്രമല്ല, എനിക്ക് ചിരി വരണമെന്ന് പറഞ്ഞാൽ ഈ എർദോഗാൻ ഭയങ്കര ബുദ്ധിയാണ്. നമ്മളെ മുനീറാണ് ഉപദേശിക്കുന്നത്, മുനീർ. ഇതൊക്കെ ആണെങ്കിൽ ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തില്ല. ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. എനിക്കൊരു അവസരം കിട്ടിയിരുന്നു. ഇസ്രായേലുമായിട്ട് മുട്ടിയ ടർക്കി അവർ 3-4 കഷ്ണമാക്കും. അവരുടെ പരിപാടി അതാണല്ലോ. ഇപ്പൊ സിറിയയിൽ അവർ ചെയ്തു, ലെബണനിൽ അത് ചെയ്തു, ഇറാഖിൽ അത് ചെയ്തു. ഇറാഖ് സദാം ഹുസൈനൊക്കെ വന്നിട്ട് ഭയങ്കര തൊട്ടായിട്ട് വന്നല്ലോ. ആദ്യം ന്യൂക്ലിയർ റിയാക്ടർ ബോംബ് ചെയ്ത് നശിപ്പിച്ചു. ഈ ഇറാനെക്കാളും അഡ്വാൻസ് സ്റ്റേജിലായിരുന്നു ഇറാഖ്. അത് ഇസ്രായേൽ നശിപ്പിച്ചു. എന്നിട്ടും മിണ്ടായിരുന്നില്ല. വലിയ അട്ടഹാസം ബഹളമായപ്പോൾ ഇതിപ്പോൾ 2-3 ഇറാഖിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരുണ്ട്, പിന്നെ ഇറാനെ അനുകൂലിക്കുന്നുണ്ട്, ഷിയ ഉണ്ട്, സുന്നി ഉണ്ട്. ഇറാഖിൽ ഷിയാക്കളാണ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ജഗ പുകയാക്കി ഇറാഖിനെ. ഇപ്പോൾ ഉള്ള ഇറാഖിൻ്റെ പ്രസിഡന്റ് USA ആയിട്ടും അല്ലെങ്കിൽ അതേപോലെ പവറാണ്, റഷ്യ പോലെ പവറാണ്. ഇതേ പരിപാടി ഇസ്രായേൽ ചെയ്യുന്ന ഇതേ പരിപാടി USA എല്ലാം റഷ്യയിലും ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ നടക്കുന്നില്ല. മറ്റേ യൂറോപ്യൻ റഷ്യയും മറ്റേ ഏഷ്യൻ റഷ്യയായിട്ട് ഡിവൈഡ് ചെയ്ത് റഷ്യ ഉണ്ടാക്കുക, അത് നടക്കുന്നില്ല. അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ വളരെ സ്ട്രോങ് ആണ്, സൈന്യമായിട്ട് വളരെ സ്ട്രോങ് ആണ്. ആ പവർ ഒന്നും ടർക്കിക്കില്ല. അപ്പൊ മിണ്ടാതിരിക്കണ്ടേ? അപ്പൊ ഈ ഇസ്രായേലിനെ ആളറിഞ്ഞ് കളിച്ചില്ലെങ്കിൽ ഇസ്രായേൽ പിന്നെ അവർക്ക് 5-6 മിസൈൽ ഇട്ടല്ല വീഴും. അത് സാരമില്ല, അത് അവര് ഓക്കെ എന്നും പറഞ്ഞാണ് അവർ നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾ ടർക്കിക്ക് പണി കൊടുക്കുന്നു, ടർക്കിക്ക് പണി കൊടുക്കും. ട്രംപിന് ഉള്ളിൻ്റെ ഇഷ്ടമാണ് ടർക്കിക്ക് പണി. പിന്നെ അഹങ്കാരത്തിന്റെ അങ്ങ് അറ്റമാണ് ഇവന്മാർ. എർദോഗാൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഡിമാൻഡ് എന്തെന്നറിയാം,
F-35 ആണ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എയർക്രാഫ്റ്റ് ആണ് F-35. നമ്മൾ പൂട്ടിയത് ട്രിവാൻഡ്രം എയർപോർട്ടിൽ. ആ F-35 ആണ് നമ്മൾ പറയുന്നത് നമുക്ക് വേണ്ടാന്ന് US എടുത്ത്. അതാണ് ട്രംപിന് ഇത്ര നമ്മളോട് വിരോധം. ഇന്ത്യ ശരിയല്ല എന്ന് പറയാൻ കാര്യം അതാണ്. F-35 വേണ്ടെന്ന് കച്ചവടം നടക്കുന്നത്. ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതിന്റെ ഒന്നും തരയില്ല, റോഡ്സ് കോഡൊന്നും നമുക്ക് തരില്ല. അപ്പൊ ഈ F-35 ഇവന് വേണോ എർദോഗാൻ ഓടിക്കാൻ അറിയാവുന്നതാണ് എനിക്ക് ഭയങ്കര ഡൗട്ട്. ഈ കൊടുത്തിരിക്കുന്ന F-16 പോലും ഓൾഡ് വെർഷനാണ്. ഇസ്രായേലിന് കൊടുത്ത F-16 അല്ല, അമേരിക്ക ഇസ്രായേലിന് കൊടുത്ത F-16 അല്ല, ടർക്കിയുടെ ആയിരിക്കണം. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ F-35 വേണമെന്ന് ഇസ്രായേൽ സമ്മതിക്കും? ഒന്നളഞ്ഞാൽ അവർ സമ്മതിക്കില്ല. F-35 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ യുദ്ധം തുടങ്ങി. അവസാനം ഇറാഖ് മറ്റേ ടർക്കിയിലാണ് ബോംബിടേണ്ടി വരും ഇസ്രായേൽ. അപ്പൊ എന്തിന് F-35? ആരെ ആക്രമിക്കാം? ടർക്കിക്ക് ഇസ്രായേൽ അല്ലാതെ വേറെ സീരിയസ് എനിമീസ് ഒന്നും ഇല്ല. അപ്പൊ അഹങ്കാരമല്ലേ? അപ്പൊ ട്രംപ് അത് വെച്ച് കളിച്ചു. ഞാൻ ഇപ്പൊ കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പം ഇവര് തമ്മിൽ ഉടക്കായി. തമ്മിൽ ഒരുപാട് സംസാരിക്കാൻ പിടിക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ കൊടുത്തിട്ടില്ല, കൊടുക്കൂല. കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വേറെ ജൂത ലോബി ഉണ്ടല്ലോ, ട്രംപിന് പണി വരും. അപ്പം ഇതാണ് ഇതിനകത്ത്. അപ്പം ഇപ്പം ഈ എർദോഗാൻ മണ്ടത്തരം ചെയ്താൽ, ഇപ്പൊ ഇറാന്റെ സപ്പോർട്ടാണ് ഇപ്പൊ എർദോഗാൻ. അവര് തമ്മിൽ ഭയങ്കര ഉടക്കാണ്, ഇറാനും ഷിയയും മറ്റേ സുന്നിയാണ്. പിന്നെ എർദോഗാൻ പറഞ്ഞിട്ടുണ്ട് ഈ മെക്ക അത് ഞങ്ങളുടെ കീഴിലായിരുന്നു, ഒട്ടോമാൻ എംപയർ ഉണ്ടെന്ന്. അത് ഞങ്ങളുടെയാണ്, അതൊരു ക്ലെയിം ഉണ്ട്. അത് സൗദി. അപ്പൊ അവര് തമ്മിൽ ഉടക്കാണ്, ഇവന്മാരെല്ലാം തമ്മിൽ ഉടക്കാണ്. പക്ഷെ കോമൺ എനിമി ഇസ്രായേലാണ്. അതിനുവേണ്ടി അഥവാ ഇസ്രായേൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇവന്മാർ വീണ്ടും തമ്മിൽ അടിക്കും. ഈ പാകിസ്ഥാനും ടർക്കിയും എല്ലാം ഇവന്മാർ തമ്മിലെല്ലാം അടിക്കും. ഈ സുന്നി മുസ്ലിം കൺട്രി 57 മുസ്ലിം കൺട്രീസ് ലോകത്തിലുണ്ട്. പക്ഷെ ഇവരെല്ലാം തമ്മിൽ അടിയാണ്. അതാണ് അതിനകത്തുള്ള സങ്കടം. UAEയും സൗദിയും തമ്മിൽ ചേർച്ചല്ല, അവർ തമ്മിൽ വലിയ ഉടക്കാണ്. കീരിയും പമ്പും പോലെയായി. രണ്ടും സുന്നി സ്റ്റേറ്റാണ്. അപ്പം ഒമാനുമായിട്ടും ഇവര് ചർച്ചയിലല്ല. ഒമാൻ ഇവരുടെ നിന്നെല്ലാം മാറിയാണ്. ഇവരുമായിട്ട് ഈ ഗൾഫ് നേഷൻസുമായിട്ട് വലിയ അടുപ്പം ഒമാൻ കാണിക്കില്ല. ഒമാൻ സെപ്പറേറ്റ് ആണ്. അപ്പം എന്നാൽ ഇന്ത്യയുടെ സുഹൃത്താണ്, പാകിസ്ഥാനെതിരാണ് ഒമാൻ. അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ്, ചക്ക കുഴഞ്ഞ് ഒക്കെയാണ് ഈ മധ്യേഷ്യയിലുള്ള വെസ്റ്റ് ഏഷ്യയിലുള്ള പ്രശ്നങ്ങൾ. അതിനകത്ത് ഇപ്പൊ മുഴച്ചു നിൽക്കുന്നത് ടർക്കി, ഇസ്രായേൽ. അപ്പൊ എർദോഗാൻ ബുദ്ധി ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണ്, അമേരിക്കയും മിണ്ടൂല, അടിക്കണേ അടിക്കട്ടെ, ഇവൻ തൊലഞ്ഞു പോട്ടെന്ന് USA വിചാരിക്കും. ട്രംപും ഡീപ് സ്റ്റേറ്റിന് ഭയങ്കര ഇഷ്ടമാണ് ടർക്കി തൊലഞ്ഞു പോകണത്. കുറെ ആയുധ കച്ചവടം നടക്കുകയും ചെയ്യും. അത് നേരെ പൊട്ടയില്ല. ഈ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നല്ലോ, ഈ ഷീ ജിൻപിങ്ങിന്റെ അടുത്ത് ട്രംപ്, നമ്മുടെ സിന്ദൂർ കഴിഞ്ഞ ഉടനെ കാർട്ടൂൺ ഉണ്ടായിരുന്നു, ഒരു കാർട്ടൂൺ. അപ്പൊ ഇയാൾക്ക് ചായ കുടിച്ചോണ്ടിരിക്കുന്നു ട്രംപും നമ്മുടെ ഷീ ജിൻപിങ്ങും കൂടെ. അപ്പൊ ട്രംപ് വെച്ചിടെ, നീ എന്തിനിടെ കുറെ പൊട്ട ആക്രി സാധനങ്ങള് എൻ്റെ പാകിസ്ഥാന് കൊടുത്തിട്ട് അവസാനം അതെല്ലാം കൂടെ പൊട്ടിത്തെറിച്ചല്ലോ. അപ്പൊ ഷീ ജിൻപിങ് പറഞ്ഞു, അണ്ണാ അത് വന്നപ്പോഴേ കടം പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾ ആക്രി സാധനം കൊടുത്തു. അതാണ് ഇന്ത്യയിൽ ഒരു മിസൈൽ. അതേപോലെ ഈ ട്രംപ് വല്ല ആക്രി സാധനം തുർക്കി കൊടുക്കുക. അവസാനം അവന്മാർ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുകയും ചെയ്യും. ഇസ്രായേൽ അടിച്ച് റെഡിയാക്കും. അത് ടർക്കിയിൽ ഡിവിഷൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അവിടെ ഈ കുർദുകളുണ്ട്. ആ കുർദ് ഫോഴ്സസ് എല്ലാം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതിനകത്ത് വരെ ഡിവിഷൻ. കുർദുകളെ ടർക്കി ഒരുപാട് വംശീയമായിട്ട് ഇവന്മാര് വംശഹത്യക്ക് ഒട്ടും മോശമല്ല. ഈ പ്ലേ ഡൗൺ ചെയ്ത് കളഞ്ഞ് 1915-16 ഈ അർമേനിയയില് എത്ര പേരെയാണ് കൊന്നു കളഞ്ഞെന്നറിയാമോ? വംശീയത്തെ. അത് ഈ റഷ്യ കളിച്ചതിനകത്ത്. റഷ്യ ഈ ഇവരെ കൂടെ നിന്ന് ഒട്ടോമൻ എംപയർ, അന്ന് ഒട്ടോമൻ എംപയർ ഉണ്ട്. ഒട്ടോമൻ എംപയറിന്റെ കൂടെ നിന്നാണ് ഈ സാധുക്കള്. അർമേനിയ ലോകത്തിലെ ഫസ്റ്റ് ക്രിസ്ത്യൻ കൺട്രിയാണ്. ഫസ്റ്റ് ക്രിസ്ത്യൻ കൺട്രി. നോഹയുടെ പേടകം അവിടെയാണ്. അവിടെ വെച്ചാൽ നോഹ അവിടെയാണ് ജീവിച്ചിരുന്നത്. ആ അർമേനിയയിലെ ക്രിസ്ത്യൻസിനെ വംശീയ ഹത്യ നടത്തിയ ഈ ടർക്കി. ഇവര് ഈ ആരബ്സിനെ, പ്രശാന്ത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ മറ്റോ ഈ ആരബ്സിനെ കമ്പയർ ചെയ്ത് ടർക്കിഷ് ആരബ്സ് കൂറുള്ളവരാണ്. ആരബ്സ് ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ UAE-യിലെ ഒമാൻ, അവര് ഒരു കൂറുള്ള ഒരു നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാം, ഇത്ര ആത്മാർത്ഥതയുള്ള വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് വംശമാണ് ഈ ടർക്കിഷ്. അത് നമ്മുടെ ഇവിടെ വന്നമാരെല്ലാം എന്തെല്ലാം അട്ടഹാസമാണ് ചെയ്തത്. ഈ പിന്നെ ഈ ഇവന്റെ മിസൈലിന്റെ ഒക്കെ പേര് ബാബർ,
പിന്നെ മറ്റേ കോറി കോറി ഗോറി ഗോറി ആ ഗോറി പിന്നെ മറ്റേ ഇവനുണ്ടല്ലോ 17 പ്രാവശ്യം അറ്റാക്ക് ചെയ്ത് സോമനാഥ് ടെമ്പിൾ ഗസ്നി ഗസ്നി ഇവന്മാരെല്ലാം ടർക്കിഷ് എന്തോ ഒരു നാശമാണ് ഇവിടെ ഉണ്ടാക്കിയത് 17 പ്രാവശ്യമാണ്. അതുപോലെ തന്നെ ഇത് ഗോറിയാണെന്ന് തോന്നുന്നു 10-12 പ്രാവശ്യം തോറ്റു പൃഥ്വിരാജൻ്റെ കൂടെ. എന്നിട്ട് പിന്നെ ചതിയിലാണ് മുഹമ്മദ് ഗോറി തോപ്പിച്ച്. അപ്പൊ ഇവന്മാര് പണ്ടേ ഇവന്റെ കണ്ണ് നമ്മുടെ ഭാരതത്തിലാണ്, ഈ തുർക്കികളുടെ കണ്ണ്. ഇറാൻ പോലും ഇത്രയും പ്രശ്നമില്ല. പക്ഷേ സായിപ്പം ഇസ്രായേൽ പണി കൊടുക്കണോണ്ട് നമ്മളൊന്നും ശ്രദ്ധിക്കാൻ. ഇപ്പം ബംഗ്ലാദേശിലെ അവന്മാർ വന്ന് കയറിയിരിക്കുകയാണ്. ടർക്കി ബംഗ്ലാദേശിലെ ലേറ്റസ്റ്റ് വന്നിരിക്കുകയാണ്. ഡ്രോൺ ഫാക്ടറി ഉണ്ടാക്കാൻ പോവുകയാണ്. സാറ് പറഞ്ഞ ഈ നാറ്റോ ഉണ്ടല്ലോ, ഇസ്ലാമിക് നാറ്റോ, ആ ഒരു ഗ്രൂപ്പിലേക്ക് ബംഗ്ലാദേശും വരാൻ ബംഗ്ലാദേശിനെ കയറ്റുകയാണ്. അല്ല, ഈ മെക്ക പ്രോജക്ട് എന്നൊക്കെ പറഞ്ഞ ഇന്ത്യയും ഇസ്രായേലും ഫൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തോന്ന് മെക്ക പ്രോജക്റ്റ്? സൗദിക്ക് പ്ലെയിൻ ഓടിക്കാൻ അറിയാം. അല്ല, ഈ F-16 പിന്നെ F-35 അതെല്ലാം വിൽക്കും അവർ. അപ്പോൾ അമേരിക്കയ്ക്ക് അറിയാം ഇവന്മാർക്ക് ഓടിക്കാൻ അറിഞ്ഞിടന്ന്. ഇത് എടുത്തോണ്ട് വരുമോ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ? അല്ലെങ്കിൽ പാകിസ്ഥാന് കൊടുക്കുമോ? കൊടുക്കില്ല. അത് ട്രംപ് അവിടെ നിന്ന് കണ്ണുരട്ടും. അപ്പോൾ ഇതൊക്കെ ചുമ്മാ പാക്ട്, മെക്ക പാക്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അതൊക്കെ വെറും ഒരു ഉഡായിപ്പാണ്. അതൊന്നും നിൽക്കില്ല. ഇപ്പം അതാ ഓടിച്ചിട്ട് സൗദി അറേബ്യ ഹുത്തീസ് അറ്റാക്ക് ചെയ്യില്ല. എന്നിട്ട് പാകിസ്ഥാൻ പോകത്തുണ്ട് പോയില്ലല്ലോ, ഇതുവരെ പോയില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ. അതൊന്നും നമുക്കെതിരല്ല, പക്ഷേ ഇസ്രയേല് പണി കൊടുക്കും. പിന്നെ വേറൊരു ആസ്പെക്ട് കൂടെ ഉണ്ട്. ഈ ടർക്കി നമുക്ക് ഇഷ്ടമാണ്. നമ്മൾ ടർക്കിയുടെ ഇവന്മാർ ഭയങ്കര അട്ടഹാസം ബഹളമായിട്ട് ഇന്ത്യക്ക് അത് ചെയ്തേ പറ്റൂ. ഇന്ത്യ പോയി ടർക്കിയുടെ പിന്നെ ഇവിടെ നെയ്ബർഹുഡിലുള്ള അയൽവക്കത്തുള്ള സൈപ്രസ്, ഗ്രീസ്, അവരെല്ലാം അവിടെ എല്ലാം പോയി ബ്രഹ്മോസം മറ്റത് മറിച്ചത് കൊടുത്ത്. അവിടെ ഇസ്രയേലും ഉണ്ട്, ഇസ്രയേലിന് ബേസ് ഉണ്ട് സൈപ്രസിൽ. അതിന് പകരം അപ്പം അവിടെ ഇന്ത്യയും ഇസ്രയേലും കൂടെ ചേർന്ന് ടർക്കിയെ പണിയാൻ പോണു. ഈ സൈപ്രസിൻ്റെ ഒരു ഡിവിഷൻ, നോർത്തേൺ ഡിവിഷനോ മറ്റോ ഇവരുടെ കയ്യിലാണ്. തുർക്കികളുടെ കയ്യേറിയതാണ്. മറ്റതാണ് അവിടെ ഒരു ചെറിയ പ്രദേശം അവർ കയ്യേറിയതായിട്ട്. അവർ ചെറുതല്ല, ഒട്ടും മോശമല്ലാത്ത പ്രദേശം കയ്യേറിയിട്ട് അവിടെ കിടന്നുകൊണ്ട് വേണ്ട ബഹളമാണ്. അപ്പോൾ ഈ സൈപ്രസിനെ ഒന്നും സഹായിക്കാൻ ആരുമില്ല, ഗ്രീസിന്. അപ്പോൾ ഇന്ത്യ പോയി സഹായിച്ച് അവിടെ എല്ലാം ബ്രഹ്മോസും മറ്റ് വേണ്ട പ്രശ്നങ്ങളാണ്. ആകാശ് മിസൈൽ. അതെ. പിന്നെ ഇസ്രായേലിൻ്റെ ബേസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ എർദോഗാനെ കിടക്കപ്പുറത്തില്ല. മര്യാദയ്ക്ക് അയാൾ ഉള്ള കഞ്ഞിയും കുടിച്ച് അവിടെ അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചിരുന്നെങ്കിൽ, അങ്കാറയിൽ ഇസ്താംബൂളിൽ കിടന്നിരുന്നെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വിനാശകാലേ വിപരീത ബുദ്ധി എന്നേ പറയാനുള്ളൂ. ഇസ്രായേലിനൂടെ അടിച്ചു കഴിഞ്ഞാൽ ടർക്കിയുടെ കാര്യം പോക്കാണ്. അത് ഒന്നുകൂടെ പറയണത് മുള്ളംപന്നിയാണ്, ഇത് കഴുതയാണ്. ചുണ്ടയ്ക്ക് എടുത്ത് വഴുതനങ്ങ വാങ്ങുന്നു. അത് അല്ല, ഇത് ആ കമ്പാരിസൺ ശരിയാവില്ല. ഇത് വഴുതനങ്ങയും ചുണ്ടയ്ക്കൊന്നും അല്ല, ഇത് പോർക്ക് പൈനാണ്, മറ്റത് കഴുതയാണ്. വലിയ വലിപ്പമുണ്ട്, വെയിറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പോർക്ക് പൈൻ സിംഹം കടുവ വരെ ഓടുന്ന സൈസാണ് പോർക്ക് പൈൻ, മുള്ളംപന്നി. നമുക്ക് മലയാളികൾക്ക് നല്ലൊരു ഓണക്കാലത്ത് ഇങ്ങനൊരു ആശങ്ക, ഈ പറഞ്ഞതുപോലെ പശ്ചിമേഷ്യയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഒട്ടും സുഖകരമല്ല. പക്ഷേ എന്ത് ചെയ്യാം, അങ്ങ് പറഞ്ഞതുപോലെ വിനാശകാലേ വിപരീത ബുദ്ധി. ഓരോരുത്തരും ഓരോരോ മണ്ടത്തരങ്ങൾ കാണിക്കും. അതിൻ്റെ ഫലം ലോകമെങ്ങുമുള്ള മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്തായാലും സർ, ഈ പറഞ്ഞതുപോലെ ഇസ്രയേലും തുർക്കിയും തമ്മിലുള്ള സംഘർഷം അത് പരമാവധി ലഘൂകരിച്ച് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനേ കഴിയുള്ളൂ. പക്ഷെ എന്തായാലും നല്ലൊരു ഓണക്കാലം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.